സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത്. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാര്യം എന്താണെന്നറിയാവാ, ചിലര് മക്കളെ വളർത്താൻ. Once upon a time there was an artist. His name is കൊല്ലം സുധി. എല്ലാവർക്കും അറിയാലോ കൊല്ലം സുധിയെ പറ്റിയിട്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ട. ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമാണ്. പ്രത്യേകിച്ച് രേണു സുധി എടുത്ത് നാട്ടുകാർക്ക് സ്നേഹവും സഹതാപവും തോന്നിയേണ്ട ഒറ്റ കാരണം കൊല്ലം സുധി തന്നെയാണ്. എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ നിരന്തരം പറയുന്ന ഒരു കേസ് തന്നെയാണ്. അതുപോലെ തന്നെ രേണു സുധിയെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. എന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ രേണു സുധിയെ വിമർശിക്കുന്നത് ഫാമിലി ഓഡിയൻസ് തന്നെയാണ്. പിന്നെ നമ്മളെ പോലത്തെ ചില ആൾക്കാരും ഉണ്ട്. അതിന്റെ റീസൺ രേണുസുധി തന്നെയാണ് വരുത്തി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് രേണുസുധിയെ ഒരാൾ പച്ച പൂര തെറി വിളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ കിളി പറഞ്ഞു, എന്തുവാണ്, അതൊരു വീട്ടമ്മയാണ്. അവർക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഉണ്ട് രേണുസുധി ഇങ്ങനെ ആയതിലെന്ന് ആണ് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപക്ഷെ ഇവരൊക്കെ രേണുസുധിയെ അത്രയും സ്നേഹത്തോടും സഹതാപത്തോടും കണ്ടു കാണണം. അങ്ങനെ കണ്ട ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഓന്ത് നിറം മാറുന്നത് പോലെ മാറുന്നത് കണ്ടപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. അത് എന്താണ് റീസൺ എനിക്കും പിടികിട്ടുന്നില്ല. ഞാൻ രേണുസുധിയെ ഒരുപാട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരെ പൂരത്തെറി വിളിക്കുകയും പൂരത്തള്ളക്കി വിളിക്കേണ്ട ആ ഒരു മൈൻഡ് സെറ്റിലോട്ടൊന്നും എനിക്ക് പോകാറില്ല. ഞാൻ അങ്ങനെ പറയാറുമില്ല. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ റീസൺ, രേണു ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്, മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടും കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അനുയോജ്യമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുക. അവർക്ക് വരുന്ന വിമർശനങ്ങളെ അവരിങ്ങനെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വരുന്ന വിമർശനങ്ങൾക്ക് എതിരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്തോ ഒരു സംഭവമാണ്, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, വോട്ടവർ, അവരുടെ ഇഷ്ടമാണ്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നും വെച്ചിട്ട് വീണ്ടും കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക. ഞാൻ ഒരിക്കലും രേണുസുധിയെ പഴയതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടേതായ ഏതോ ഒരു ട്രാക്ക് പിടിച്ച് പോകുന്നുണ്ട്. സുധിച്ചേട്ടന്റെ പേരിനെയും കൂടി കളങ്കപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ തെറി വിളിച്ച ഒരു ഓഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മള് 10,450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്. ഇവർക്കൊരു കുഞ്ഞേ ഉള്ളു. ഇവർക്ക് 10-33 വയസ്സുണ്ട്. സാറേ, എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും. പിള്ളേര് ഫോൺ അഡിക്റ്റഡ് ആണ് മിക്കവരും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകെയല്ലേ ഈ സ്ത്രീ കാരണം? അവരെന്തോ ഈ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്ന അവളൊക്കെ കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പട്ടപ്പകല് നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ട നിന്നൊരെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറി വിളിച്ചു പോണതുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ടോ? അവൾക്ക് ഈ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടുപോലെ 2-3 അവന്മാരും ഉണ്ട്. നേരെ വിളിക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത്. എന്നാ ഷൂട്ടാണ് അറിയാൻ വരാം. നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ ഹേമ കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തർ ഓടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം. അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നല്ലതിനെയൊക്കെ കണ്ടാലൊന്നും ആരും വിടുകയില്ല. അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവക്കൊന്നും മര്യാദക്ക് ചിരിക്കാം. എന്റെ സാറേ, അവളുടെ ക്ലോസപ്പ് കാണുകയാണ് ഒന്ന് താഴെ വീഴും. എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാമല്ലോ. ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ. വീട്ടമ്മമാര് ആകെ പൊരിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, രേണുവിന്റെ അടുത്ത് ഇത്രയും കലിപ്പ് ആൾക്കാർക്ക് തോന്നുന്നതിന്റെ റീസൺ ഞാൻ പറയാം. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതുപോലെ ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങേരെ പേരും പറഞ്ഞ് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. കരഞ്ഞിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം പിടികിട്ടും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കണ്ട് ഒരുപാട് വീട്ടമ്മമാർക്കും ഒരുപാട് ജനങ്ങൾക്ക് നിങ്ങളടുത്ത് സഹതാപം തോന്നി. ഒരു പാവം സ്ത്രീ
ഒരു പാവപ്പെട്ട സ്ത്രീ ഭർത്താവ് മരിച്ചിനി അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരാണ്. ജോലിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ ജോലിയും ഒക്കെ തീർത്തിട്ട് അവർ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇരുന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളെ കാണുന്നതും പരിചയപ്പെടുന്നു. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അന്ന് നിങ്ങളടുത്ത് തോന്നിയ സ്നേഹവും സഹതാപവും ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ കളഞ്ഞു കുളിച്ച്. അത് തന്നെയാണ് വാസ്തവം. നിങ്ങൾ കളഞ്ഞു കുളിച്ച്. അതേ നാട്ടുകാരെ കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളടുത്ത് സഹതാപം കാണിച്ച അതേ നാട്ടുകാരെ കൊണ്ട് നിങ്ങൾ തെറി വിളിപ്പിച്ചു. അത് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ഈ വീട്ടമ്മമാരെയൊന്നും കുറ്റം പറയത്തില്ല. ഇവര് ഈ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഉണ്ട്. പക്ഷെ മോശമായ രീതിയിൽ തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇവർ പറയുന്ന വാക്കുകളിൽ പോയിന്റ് ഉണ്ട്. കേട്ടോ, 2 വർഷം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു, ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാം സൗരഭ്യ. അവൻ ചെറിയൊരു കലാകാരനാണ്, എന്തോ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ശരി, ഇവിടെ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിട്ട്. എന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് അടിക്കുമ്പോ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? ഇവർക്ക് മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായൊരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ 10-50 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഒരേ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മള് രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യവും എല്ലാവർക്കും ഉണ്ടാകും. അവർക്കും ജീവിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായി ആയെന്ന് പറഞ്ഞ് എല്ലാരും ചെന്നാ നടക്കുവാ സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ്സ് സ്ലീപ്പ് ചെയ്തോണ്ടാണ് ഞാൻ പറയണേ. ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല. എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. സാർ ആ കമന്റ് ഒന്ന് നോക്ക്. ആമ്പിളാര് വിളിക്കണ തെറി കേട്ട ഒരു മനുഷ്യന് തയ്ക്കല. നമ്മൾ ഈ 100-300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ആണ് സാറ് പറയുന്നത്. ഈ ചുണ്ടലീനെ കാണാൻ പോകാനാണ് സാറേ. അവള് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു 25 പ്ലേറ്റ് അവളുടെ 2 സൈഡിലും ഉണ്ട്. നേരെ നോക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാര് കൊണ്ട് ഈ കാട്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നത്? എടാ, അവര് കെട്ടിപ്പിടിച്ച് ചവിട്ടിലും കൊണ്ടാക്കുള്ള നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം ഇവിടെയൊക്കെ, പിള്ളേരുടെ ലോങ് ബ്ലൗസ്. പൊന്നു ചേച്ചി, ഈ ബോഡി ഷെയ്മിങ് നിറഞ്ഞ വർത്തമാനം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അവർ ചുണ്ടലിയ കണക്കിന് ഇരിക്കുന്നു ഇങ്ങനത്തെ രീതിയിൽ പറയുന്നത് വളരെ മോശമാണ്. അങ്ങനെ ഒരാളെ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഉണ്ടായപ്പോൾ നമുക്ക് കിട്ടുന്ന ശരീര പ്രകൃതവും ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ലുക്ക് വൈസിൽ ഒരിക്കലും പറയരുത്, എനിക്കത് താല്പര്യമില്ല, എനിക്ക് ആ കേസിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറിച്ച് ആദ്യം നിങ്ങൾ പറഞ്ഞ പോയിന്റൊക്കെ കറക്റ്റാണ്. ഈ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അങ്ങനെ പേരും പറഞ്ഞും കൊണ്ട് ഒരു സമയത്ത് കരഞ്ഞുകൊണ്ട് നടന്ന് അത് കഴിഞ്ഞിട്ട് മാറി അവർ ഈ ലെവലിലായി. പക്ഷെ ഇന്ന് അവരെ ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ മോശമാണ്. ഒരു വ്യക്തി ഇങ്ങനെ പറയരുത്. നമുക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മോന്തയും നമ്മുടെ സൗന്ദര്യം എല്ലാം അത് നമ്മൾ സ്വയമേ എല്ലാവരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ മുഖത്തൊരു എന്തെങ്കിലും തിളച്ച എണ്ണ വീഴുന്നാലും മതി, നമ്മുടെ സൗന്ദര്യം എല്ലാം തീരാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഴുക്കടി പിടിച്ച് വല്ല പാടും വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം എല്ലാം. അതുകൊണ്ട് ഈ സൗന്ദര്യം ബോഡി ഷേമിങ് ഈ സാധനം കേൾക്കുമ്പോൾ എനിക്ക് പിരിയും കേട്ടാ. അത് പാടില്ല, അത് തെറ്റാ. അത് നിങ്ങൾ പറഞ്ഞ തെറ്റാ. പ്രായത്തിൽ നിങ്ങൾ എന്നെക്കാൾ ഒരുപാട് മൂപ്പായിരിക്കും, പക്ഷെ അത് ഞാൻ അടിയുറച്ച് പറയുന്നു, അത് നിങ്ങൾ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റാ, വെരി റോങ്. കഞ്ചാറ് ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്. പക്ഷെ അത് കാണാൻ മേലെ നമ്മൾ കാണുന്ന എന്തിനാണുള്ള ഞെക്കണം? ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പരിസരത്ത് പെൺകുഞ്ഞുങ്ങളല്ലേ, നാട്ടിലുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകെയല്ലേ. കൊച്ചു പാവാട വീട്ട് എല്ലാരും ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നടക്കായിരുന്ന. ഞങ്ങളും ഒക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. എനിക്ക് 57 വയസ്സുണ്ട്. നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സ് ആണ് സാറേ. അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് AR റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് 3 കോടി രൂപയും. അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട കാണിച്ചത് കണ്ടല്ലോ. ഇവളെ ചെള്ളിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും. ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് സാറേ. ഈ സ്ത്രീ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ല നടക്കുന്നത്. ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി. ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയില്ല, ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാറേ. പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നൊന്നും പറയരുത്. ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. സത്യമായിട്ട് തരും. കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ. ഇത് എന്താ പറയണ്ടേ? ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെക്കിക്കാല. ഇത് ഇന്നലെ വല്ല സെക്സുകാരുടെ പുറകെ പോകല്ലേ ഇവൾക്ക്?
വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല. 57 വയസ്സായ ഒരു വീട്ടമ്മയാണ് ഈ പറയുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ അവർ ബോഡി ഷെയിമിങ് ചെയ്ത് പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല. അത് അവരുടെ ആ ഒരു പ്രായത്തിന്റെ പ്രശ്നമായിരിക്കണം. പക്ഷെ ബാക്കി അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് ഇല്ലേ എന്ന്. കാരണം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലടേ. പ്രത്യേകിച്ച് ഈ രേണു സുധിയെ സ്നേഹിച്ചത് ഓഫ് കോഴ്സ് വീട്ടമ്മമാരാണ്. അത് ആദ്യം മനസ്സിലാക്കി രേണു സുധി പെരുമാറി കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഞാൻ വേറൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങൾ ഈ ഫോട്ടോഷൂട്ട് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ എക്സ്പോസീവായിട്ട് ഓരോന്നും ചെയ്യുന്നതും ഓരോ ഡ്രസ്സ് ഇട്ടും കൊണ്ടൊക്കെ വരുന്നത് സത്യം പറയാമല്ലോ നിങ്ങൾക്ക് ചേരുന്നില്ല. അതെന്റെ കണ്ണിൽ നിങ്ങൾക്കത് ചേരുന്നില്ല. നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ചില വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സാരി ഉടുത്തും കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള റീലൊക്കെ കൊള്ളാം. അല്ലാതെ കുറെ എക്സ്പോസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടും കൊണ്ട് വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങൾക്ക് ചേരുന്നില്ല. അത് ബോഡി ഷേമിംഗ് ഒന്നുമല്ല, നിങ്ങൾക്ക് അത് ചേരുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. എനിക്ക് അങ്ങനെ തോന്നി പറയണമെന്ന് അത്രയെങ്കിലും. നല്ലത് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത്. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാര്യം എന്താണെന്നറിയാവാ, ചിലര് മക്കളെ വളർത്താൻ വേണ്ടി, അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. ഇവിടെ ഒരു 10 ഞെക്ക് 10 ആണുങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിച്ചുതരാം. എടാ ഇത് മുറി കൂട്ടിയിട്ട് ചെയ്യപ്പാ. ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു. ഇവിടെ പിടിച്ച് 2 ദിവസം അട്ടക്കുളങ്ങര ഏതെങ്കിലും ഒരു ജയിലിൽ കൊണ്ടിടും. അവിടെ സൂക്കടിച്ച് മാറട്ടെ. ഈ ഉണക്കവിറകെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം. നിലവിലുള്ള ആൺപിള്ളേർക്ക്, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്കെന്ന് പറയുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞ് നമ്മൾ വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതൊക്കെ ഇല്ല സത്യം പറഞ്ഞ സാറേ. അവിടെ കൂടെ കോഴിക്കോടുകാരനൊരു ഒരാളുണ്ട് ഒരുത്തൻ. അവന്റെ പെണ്ണുമ്പിള്ളേനെ ആരെങ്കിലും നടുറുണ്ടായിക്കൊണ്ടിട്ട് ഞെക്കുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുള്ളൂ. അതാണ് കാര്യം. അവൻ എന്നിട്ട് കൊണ്ടു നടക്ക, ഇതിനും ചുമന്നുകൊണ്ട് നടക്ക. ഇവള് ഡോറ് തുറക്കുന്നു, കാറിലിറങ്ങുന്നു, പിന്നെ ഓട്ടോറിക്ഷയിൽ കയറുന്നു എന്നൊക്കെ ഒരുളുപ്പ് ആശ്രയിക്കില്ല. ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം രേണുവിന് ചിലപ്പോൾ തോന്നുന്നു രേണുവിനെ ഞാൻ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ വെറുപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നെഗറ്റീവാണ് ആവശ്യം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ ഇപ്പോഴും പറയാം, കുറച്ച് ദിവസം കൂടി, ചിലപ്പം ഏതാണ്ട് ഒരു 1.5 വർഷം കൂടി ഈ റീച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ആൾക്കാർ അങ്ങ് തഴയും, ഒന്നും കാണത്തില്ല. അന്ന് രേണു ആരാണെന്ന് രേണു തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ അപരാധങ്ങളും ആവാസങ്ങളും കാണിച്ച് പിന്നാലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മാത്രമായിരിക്കും രേണു. അത് സ്വയമേ മനസ്സിലാക്കുക വേണമെങ്കിൽ. ഞാൻ വീണ്ടും ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ളതിന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടമ്മ ബോഡി ഷേമിങ് ചെയ്തത് മാത്രം എനിക്ക് യോജിപ്പില്ല. അല്ലാതെ അവർ പറഞ്ഞ ഓരോ വാക്കിലും കഴമ്പുണ്ട്, ഓരോ വാക്കും സത്യമാണ്. അത് മനസ്സിലാക്കുക. രേണുവിന് മനസ്സിലാക്കി ശരിയാവാൻ പറ്റുമെങ്കിൽ ശരിയാവുക. അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് കയറി നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് താനീ ഉണ്ടാക്കി വെക്കുന്ന നെഗറ്റീവ് റീച്ച് നാളെ കാണത്തില്ല. അതുപോലെ ഇന്ന് നിങ്ങളെ കൂടെ നിന്ന് കുറെ പേര് മുതലാക്കുന്നുണ്ട്. നിങ്ങളെ റീൽസ് ആയാലും ആൽബം ആയാലും എല്ലാം അവർക്ക് റീച്ചാണ് ആവശ്യം. റീച്ച് ഇല്ലാത്ത ഒരു ലേഡി ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളെ പിന്നാലെ ആരെങ്കിലും വരുമോ? ഇല്ല. ചിന്തിക്ക്. അവരെല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും വേണം റീച്ച്. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് ആവുകയാണ്. നിങ്ങളെ നാട്ടുകാരെ തെറി വിളിക്കുകയാണ്. നിങ്ങളെ 10 തെറി വിളിക്കാൻ വേണ്ടി തന്നെയാണ് നാട്ടുകാർ അവിടെ കയറി കാണാൻ വരുന്നത്. അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ള. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.